ബഹുമാനായ ശ്രീ പി സി വിശ്വനാഥ്, ഏറ്റവും പ്രിയപ്പെട്ട MLA യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ ഷാഫി പറമ്പിൽ, ഏറ്റവും ബഹുമാനായ ശ്രീ ഹൈബി ഈഡൻ MLA മുൻ NSUI പ്രസിഡന്റ്, ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ നെയ്യാറ്റിങ്കര സനൽ, ഏറ്റവും ബഹുമാനായ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ശ്രീ രവീന്ദ്രദാസ് ജി, അഖിലേന്ത്യാ കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട JB മേത്തർ ഉൾപ്പെടെ KPCCയുടെ ജനറൽ സെക്രട്ടറി ലതിക സുഭാഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 1-ാം തീയതി കാസർഗോഡ് ബദിയടുക്കയിൽ നിന്നും ആരംഭിച്ച യൂത്ത് മാർച്ചിന്റെ സമാപന സമ്മേളനവും സെക്രട്ടേറിയറ്റ് ഉപരോധവുമാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാനായ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നതിനാൽ ഞാൻ ദീർഘമായി മറ്റൊന്നിനെ കുറിച്ചും സംസാരിക്കുന്നില്ല. രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ്, സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന പിണറായി ഗവൺമെന്റ് ഒരേ തൂവൽ പക്ഷികളായി ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ പ്രവർത്തിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തെ സംശുദ്ധീകരിച്ചു എന്ന് അവകാശപ്പെട്ട പിണറായി വിജയൻ നമ്മുടെ നാടിന്റെ പരിഭാവനതയെ തച്ചുതകർക്കുന്ന വിധത്തിൽ, മതേതരത്വം ഇല്ലായ്മപ്പെടുത്തുന്ന വിധത്തിൽ വർഗീയ സംഘടനകൾക്ക് എല്ലാത്തരം ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ്. നരേന്ദ്രമോദി കൽപ്പിക്കുന്നത് അതേപടി നടപ്പിലാക്കുക എന്നത് മാത്രമായി ഇന്ന് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ തീരുമാനം ആ വിധത്തിൽ മാത്രമായി മാറിയിരിക്കുന്നു. നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. രാജ്യ തലസ്ഥാനത്ത് ഹിന്ദിയുടെ ഹൃദയഭൂമികയിൽ നമ്മൾ ദർശിച്ച യോഗി ആദിത്യനാഥുമാരെ പോലെ, സാച്ചി പ്രാച്ചിമാരെ പോലെയുള്ള ആളുകളുടെ ആക്രോശങ്ങൾ, ഭീഷണിപ്പെടുത്തലുകൾ അതെല്ലാം കൊച്ചു കേരളത്തിലേക്ക് കടന്നു വരികയാണ്. AN രാധാകൃഷ്ണനെ പോലെയുള്ള BJPയുടെ നേതാക്കന്മാർ കമൽ എന്ന ഏറ്റവും പ്രസിദ്ധനായ ചലച്ചിത്ര പ്രവർത്തകനോട് ഈ രാജ്യം വിട്ടുപോകാൻ ആക്രോശിക്കുകയുണ്ടായി. സംസ്ഥാനം ഭരിക്കുന്ന പിണറായി ഗവൺമെന്റ് ഒരു പെറ്റി കേസ് പോലും രാധാകൃഷ്ണനെതിരെ രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറയുമ്പോൾ കേന്ദ്ര